മിക്ക ഞായറാഴ്ചകളിലും അച്ചാമ്മയെ കാണാൻ വീട്ടിൽ പോകാറുണ്ട് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ആക്കുതാ ഈ മുന്തിരിങ്ങയോട് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാമ്മേന്റെ അടുത്തും അപ്പൂപ്പന്റെ അടുത്തും പുങ്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അത് എന്നെ കൊണ്ട് പാത്രത്തിൽ അടുപ്പിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അതാണ് ക്യാമറ കണ്ടപ്പോഴേ അതിട്ട് കുലുക്കി കുലുക്കി കാണിക്കുന്നത് കേട്ടോ നിങ്ങള്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അപ്പൂപ്പൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൂപ്പൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കേക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞ് ക്രിസ്മസ് എല്ലാം എടുത്ത് മുറിക്കാൻ പറഞ്ഞേ. ഈ പെൺകുട്ടികൾ ഇങ്ങനെയാണോ എന്നറിയത്തില്ല. രാവിലെ തൊട്ട് വൈകോളം വരെ നമ്മൾ നോക്കും, വൈകിട്ട് ഇങ്ങോട്ട് അവിടെ അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മളെ വേണ്ട എന്ന് പറയുന്നത് പോലെ ആയിരുന്നു. ആ കേക്ക് അങ്ങോട്ട് മുറിച്ച പാടെ അതും കൊണ്ട് പോകാനായിട്ട് ഒരുങ്ങി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഞാനൊരു പീസ് എടുത്തിട്ട് നീ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാനതിൽ നിന്നൊരു പീസ് എടുത്ത് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞടി ഒരു വീഡിയോ എങ്കിലും എടുക്കട്ടെന്നും പറഞ്ഞത് പിടിച്ചു നിർത്തി എടുത്ത വീഡിയോ ആണേ കേട്ടോ. പിന്നെ നേരെ കൊണ്ടുപോയി അവിടെ അച്ഛനും അവിടെ അപ്പൂപ്പനും ഒക്കെ കൊടുത്തിട്ട് പിന്നെ അവളും ഇച്ചിരിയൊക്കെ കഴിച്ചു കേട്ടോ. ഈ കണ്ടതാണ് കേട്ടോ ഞങ്ങളുടെ സ്വർഗം. ആ ഭിത്തി മൊത്തം രാജേഷന്റെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് അത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചു വെച്ചത്. പോകാൻ കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നേ, കുറച്ചധികം നേരം ഇപ്രാവശ്യം ഇരുന്നായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞാൻ ആമിക്കുഞ്ഞിന് ഓട്സ് ഒക്കെ കാച്ചി കൊടുത്തപ്പോഴത്തേക്കിന് അമ്പാടിപ്പൊന്നു പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. ആ കളിയുടെ ഇടയിൽ എനിക്കൊരു അടിയും കിട്ടി കേട്ടോ. അപ്പോഴത്തേക്കിന് അമ്പാടിപ്പൊന്നു ഓടി വന്ന് എനിക്ക് തടയി തരുമായിരുന്നേ. പിന്നെ ഒരു 1/4 മണിക്കൂറും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഒരു ചിറ്റപ്പൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ പിന്നെ മുറ്റം ഇങ്ങനെ കിടക്കും കേട്ടോ, മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്ന സാധനം ഇവിടെ ഡബ്ലോളിക്കാന്നാണ് കേട്ടോ പറയുന്നത്. ചില സ്ഥലത്തൊക്കെ ലൗലോലിക്കെന്നും പറയാറുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് ഇതിനെ എന്താ പറയുന്നതെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ അമ്പാടിപ്പൊന്നു പിന്നെ ആ മരത്തെ കയറി ചാടി കളിക്കുകയും കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. പള്ളിപ്പെരുന്നാളായിരുന്നേ. അവിടുത്തെ ബലൂണും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ആമിക്കുഞ്ഞ് കുറച്ച് മൂടോട്ടായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ വിദ്യുക്കുട്ടം വന്നപ്പോഴത്തേക്കിനും പിന്നെ തകർത്തങ്ങ് ആടി കേട്ടോ.